ഒരു ഇസ്ലാമിസ്റ്റ് അവന്റെ ജീവിതത്തിൽ ഉടനീളം ഒരു തോർത്ത് വിരിച്ച് ഭിക്ഷ എടുക്കുന്നു, അവന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നു. ദൈവത്തോട് ചോദിക്കുന്നതാണ് ഭിക്ഷാടനമെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ വിലക്കേണ്ടി വരും? ഒരു ചെറിയ കുട്ടി തന്റെ അമ്മയോട് ഭക്ഷണം ചോദിക്കുന്നത് ഭിക്ഷാടനം അദ്ദേഹം കണക്കാക്കുമോ? അദ്ദേഹം പറയും അത് അടിമത്താണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അല്ലെങ്കിൽ 2 മാസം പ്രായമുള്ള കുട്ടി പാലിന് വേണ്ടി കരയാ, അത് ഭിക്ഷാടനം അദ്ദേഹം കണക്കാക്കും. ഒന്ന് മാത്രമല്ല, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അതിന് വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല തലങ്ങളുണ്ട് എന്ന് പറയുന്ന ചിന്തകരുണ്ട്. ഇപ്പോൾ ജോർദാൻ പീറ്റേഴ്സിനെ പോലെയൊക്കെയുള്ള ആളുകൾ പല പഠനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ പറയുന്ന ഒരു കാര്യം, ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെന്റൽ ഓർഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ ചുമ്മാ കാണുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി എപ്പോഴും തന്നെ എന്താണ് തന്റെ നീഡ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആദ്യമേ ബോധമുള്ള ഒരു വ്യക്തിയായിരിക്കും. പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും താൻ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, താൻ എങ്ങനെയാണ് ലോകത്തെ നോക്കി കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു ധാരണയുള്ളവനാണ് ആ ധാരണയെക്കുറിച്ച് പഠിച്ചവനോട് ചോദിക്കാൻ പറ്റുള്ളൂ. സോ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ മെറ്റീരിയലിസ്റ്റിക് സെൻസിൽ പോലും മനുഷ്യനിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യവും മനുഷ്യനെ വളരെ പോസിറ്റീവായി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഭിക്ഷാടനം എന്നൊക്കെ പറഞ്ഞ് ഈ കോമാളി നിലവാരത്തിൽ സംസാരിക്കുക എന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്, രവിചന്ദ്രൻ ഒരു ചാക്യാർകൂത്ത് നിലവാരത്തിൽ കൊണ്ടുപോയി നിർത്താൻ കൊള്ളാം. അതല്ലാതെ ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസ്കഷനൊന്നും എടുക്കാൻ പറ്റൂല.